മുട്ടുവേദന വന്നാൽ എക്സസൈസ് ചെയ്യണോ അതോ മുട്ടിന് റെസ്റ്റ് കൊടുക്കണോ? പല പേഷ്യൻസും എന്നോട് ചോദിക്കാറുണ്ട്, ഡോക്ടർ, മുട്ടുവേദന വന്നാൽ എക്സസൈസ് ചെയ്താൽ മുട്ടിന് തേയ്മാനം കൂടില്ലേ? അതുകൊണ്ട് നടക്കാതെയും എക്സസൈസ് ചെയ്യാതെയും റെസ്റ്റ് എടുത്താൽ പോരെ? യഥാർത്ഥത്തിൽ മുട്ടുവേദന വന്നാൽ എക്സസൈസ് ആണോ റെസ്റ്റ് ആണോ വേണ്ടത്? ഏതൊക്കെ സാഹചര്യത്തിലാണ് റെസ്റ്റ് വേണ്ടത്? എപ്പോഴാണ് എക്സസൈസ് തുടങ്ങേണ്ടത്? പറഞ്ഞു തരാം. മിക്ക മുട്ടുവേദനകളിലും പൂർണ്ണമായ റെസ്റ്റ് അല്ല വേണ്ടത്. ശരിയായ രീതിയിലുള്ള മൂവ്മെന്റ്സും എക്സസൈസുമാണ് അവിടെ ആവശ്യം. മുട്ടുവേദനയുണ്ടെന്ന് കരുതി മുട്ടനക്കാതെയും നടക്കാതെയും ഇരുന്നാൽ മുട്ടിന് ചുറ്റുമുള്ള മസിലുകൾ പതുക്കെ ദുർബലമാകാം. പ്രത്യേകിച്ച് തുടയിലെ മസിലുകൾ വീക്കാകുമ്പോൾ മുട്ടിന് ലഭിക്കുന്ന സപ്പോർട്ട് കുറയുകയും പിന്നീട് പടികൾ കയറുമ്പോഴും നടക്കുമ്പോഴും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും ചെയ്യാം. എന്ന് വെച്ച് വേദന സഹിച്ച് കഠിനമായ എക്സസൈസുകൾ ചെയ്യണമെന്നല്ല. വേദന കൂടുതലുള്ള ദിവസങ്ങളിൽ ഓടാൻ പോകൽ, ജമ്പിങ്, സ്ക്വാറ്റ്സ്, പടികൾ കയറൽ പോലുള്ള മുട്ടിന് കൂടുതൽ ലോഡ് കൊടുക്കുന്നതായ ആക്ടിവിറ്റീസ് താൽക്കാലികമായി കുറയ്ക്കാം. പക്ഷേ വേദന അനുവദിക്കുന്ന പരിധിയിൽ ചെറിയ രീതിയിലുള്ള നടത്തം, മുട്ടിന്റെ റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസസ്, തുടയിലെ മസിലുകൾ ശക്തമാക്കുന്ന എക്സസൈസുകൾ എന്നിവ ചെയ്യുന്നത് പല മുട്ടുവേദനകളിലും പ്രധാനമാണ്. അങ്ങനെയെങ്കിൽ എപ്പോൾ റെസ്റ്റ് എടുക്കണം? പെട്ടെന്ന് ഇഞ്ചുറി ഉണ്ടായതിനു ശേഷം മുട്ട് വളരെ വീർക്കുക, കാലിൽ വെയിറ്റ് കൊടുക്കാൻ സാധിക്കാത്തത്ര വേദന വരിക, മുട്ട് ലോക്ക് ആകുക, അല്ലെങ്കിൽ നടക്കുമ്പോൾ മുട്ട് വിട്ടുപോകുന്നത് പോലെ തോന്നുക തുടങ്ങിയ സാഹചര്യങ്ങളിൽ എക്സസൈസ് ചെയ്യാൻ നോക്കാതെ ആദ്യം കാരണം കണ്ടെത്തണം. മുട്ടുവേദനയുള്ള എല്ലാവർക്കും ഞാൻ ഒരേ എക്സസൈസ് കൊടുക്കാറില്ല. തേയ്മാനമാണോ, ലിഗമെന്റ് അല്ലെങ്കിൽ മെനിസ്കൽ ടിയർ ആണോ, മസിൽ വീക്ക്നെസ് ആണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണമാണോ എന്ന് വിലയിരുത്തിയ ശേഷമാണ് എത്ര റെസ്റ്റ് എടുക്കണം, ഏതൊക്കെ എക്സസൈസ് ചെയ്യണം, എത്ര ശക്തമായി ചെയ്യണം എന്നതൊക്കെ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ഓർക്കുക, മുട്ടുവേദനയുള്ളപ്പോൾ കംപ്ലീറ്റ് ആയ റെസ്റ്റ് അല്ല നമ്മളുടെ ലക്ഷ്യം. വേദന കൂടാതെ മുട്ടിനെ ശരിയായ രീതിയിൽ ആക്റ്റീവായി നിലനിർത്തുക എന്നുള്ളതാണ് പ്രധാനം. മുട്ടുവേദന വന്നാൽ നിങ്ങൾ എക്സസൈസ് നിർത്തി കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കാറുണ്ടോ? കമന്റ് ചെയ്യൂ. മുട്ടുവേദന കാരണം നടക്കാനും എക്സസൈസ് ചെയ്യാനും ഭയപ്പെടുന്ന ഒരാൾ നിങ്ങളുടെ അറിവിലുണ്ടോ? അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യൂ. അടുത്ത വീഡിയോയിൽ മുട്ടുവേദന ഉള്ളവർക്ക് മുട്ടിന് അധികം ലോഡ് കൊടുക്കാതെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന 3 സിമ്പിൾ എക്സസൈസുകൾ കാണിച്ചു തരാം. ആ വീഡിയോ മിസ്സാകാതിരിക്കാൻ അക്കൗണ്ട് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യൂ.